അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ഹെയർ ബോൻ്റെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ഹെയർ ബോൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. 2 ഗ്ലിറ്റർ വെയർ വെച്ചിട്ടുള്ള, ഒന്ന് നെയിം ബീഡ് വെച്ചിട്ടുള്ളതും ഒന്ന് പ്ലെയിൻ ഗ്ലിറ്റർ വെയർ വെച്ചിട്ടുള്ളതുമാണ് കേട്ടോ. അതിനിപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് നെയിം ബീഡാണ്. ഇതിൻ്റെ പല കളറുണ്ട്. പിന്നെ ഇത് ബ്ലാക്ക് ആണ്. പിന്നെ അതുപോലെ എൻഡ് ബീഡ്സ് ആണിത്. ഗോൾഡനും ഉണ്ട്, വൈറ്റും ഉണ്ട്. എൻഡ് ബീഡ്സ് ഇല്ലാത്ത ആൾക്കാർ ചോദിക്കേണ്ട അങ്ങനെയാണെന്ന്. അപ്പോൾ എൻഡ് ബീഡ്സ് ഇല്ലാതെയും ചെയ്യാം നമുക്ക്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം, ഇടയ്ക്കൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബീഡ്സ് എന്തിനാണെന്ന് വെച്ചാൽ നോർമൽ ബീഡ്സ് ആണ്. എൻഡ് ബീഡ്സ് ഇല്ലാതെ നമുക്ക് ഹെയർ ബോ ചെയ്യാനും ഈ ബീഡ്സിൻ്റെ ആവശ്യമുള്ളപ്പോൾ അതും ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോപ്പർ ബോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് അളവിനുള്ള ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്ത് എടുക്കുക. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് റൗണ്ടിൽ പിടിച്ച് നോക്കിയാൽ അതിൻ്റെ അളവ് കിട്ടും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റത്തെ ഒരു ബീഡ്സ് വെക്കാനുള്ള ഒരു പോർഷൻ അത് നമ്മൾ അളവിൽ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ആ ലാസ്റ്റത്തെ കുറച്ച് ഒരു ചെറിയ പീസ് നമുക്ക് പോകും, നഷ്ടമാകും. അപ്പോൾ ആ പൈപ്പിലൂടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് കയറിപ്പോകും. അത് അത്ര തന്നെ വലിപ്പമുള്ളൂ. അപ്പോൾ 2 അറ്റത്തും ഒരു ബീഡ്സ് വെക്കാനുള്ളൊരു സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ബീഡ്സ് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു സ്പേസ് ബീഡ്സിനുള്ളൊരു സ്പേസാണ് കേട്ടോ. അങ്ങനെ 2 അറ്റത്തും എൻ്റെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഊതിയാൽ തന്നെ ഉണങ്ങും, പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. ഉണങ്ങി നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബോ മേക്കിങ് ചെയ്ത് കഴിഞ്ഞു. എത്ര പെട്ടെന്നാക്കിയേ. പിന്നെ നമുക്ക് അടുത്ത നെയിം ബീഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഹെയർ ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഗ്ലിറ്റർ വെയറും സെയിം അളവിനാണ്. പക്ഷേ കുറച്ച് നമുക്ക് ആ ഒരു നെയിം ബീഡ് വെക്കുന്ന ആ ഒരു സ്പേസ് നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ നമ്മളത് കണക്കാക്കിയിട്ട് എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടെ ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഇനി ഫ്ലവറോ എന്തെങ്കിലും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ എന്തായാലും ഒരു റോസിൻ്റെ ഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നമുക്കവിടെ ചെറിയ രീതിയിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചാൽ അതവിടെ ഫിക്സ് ആയിട്ട് നിന്നോളും. ഇനി നമ്മൾ നെയിം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സ്പെല്ലിങ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്പെല്ലിംഗ് ബീഡ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പിൽ നമ്മളത് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷവും ഒരു ഫ്ലവർ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഗ്ലിറ്റർ ട്യൂബ് അതും ഒട്ടിച്ചിട്ട് പശ വെച്ച് ഒട്ടിച്ചാൽ അതവിടെ നന്നായിട്ട് നിന്നോളും, ഫിക്സായിട്ട് നിന്നോളും. അല്ലെങ്കിൽ പിന്നെ ബീഡ്സൊക്കെ കറങ്ങും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് എൻഡ് ബീഡ്സ് ഇല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. സാധാ ബീഡ്സ്, അതായത് മാലേൻ്റെ നോർമൽ ബീഡ്സ്, ഏതെങ്കിലും ഒരു നോർമൽ ബീഡ്സ് ഈ ഒരു എന്താ പറയുക ആ ഒരു ഹെയർ ബോയിൽ അതിൻ്റെ ഹോളിലൂടെ കയറി പോകുന്ന രീതിയിലുള്ള ഒരു ബീഡ്സ് ആയാൽ മതി. അപ്പോൾ ഈ ബീഡ്സുകൾ ഇങ്ങനെ ഇട്ടാൽ നമുക്ക് എൻഡ് ബീഡ്സ് വേണ്ട. അപ്പോൾ ഇങ്ങനെ ചെറിയ ബീഡ്സ് ഇട്ട് കൊടുത്താലും നമുക്ക് എൻഡ് ബീഡ്സിന് പകരമാകും. അപ്പോൾ നമ്മൾ 2 ഹെയർ ബോ ഉണ്ടാക്കുന്ന മെത്തേഡ് ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോ ഹെയർ ബാൻഡും ഹെയർ ബോയും അലിഗേറ്റർ ക്ലിപ്പും ടിക്കും ഒക്കെ നമുക്ക് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ഇതൊക്കെ പഠിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, അടിപൊളി 2 ഹെയർ ബോ. അത് വളരെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണുക, ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.